ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല, ഇപ്പോൾ എക്സാമിന് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കി ഒരുപാട് ടൈം എടുക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ കൊടുക്കുന്ന ടൈമിനനുസരിച്ചിട്ടുള്ള മാർക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതും ഭയങ്കര ഡൗട്ടാണ്. അതായത് നമുക്ക് കൺഫേം ചെയ്യാനും പറ്റില്ല നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത്. സോ ആൻഡ് ICയുടെ പാർട്ടിന്ന് എക്സാം വാല്യുവേഷൻ ചെയ്യുന്ന സമയത്തും മാർക്ക് എത്രത്തോളം കിട്ടുന്നുള്ളത് നമുക്ക് കൺഫേം അല്ല. ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം മാർക്സ് കിട്ടുന്നുള്ളത് കൺഫേം അല്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് മീൻസ് കംപ്ലീറ്റ് ചാപ്റ്റർ അല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഈ സ്കിപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ, ഓക്കെ, അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ പഠിക്കണമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പഠിക്കണം? ഓക്കെ, ഒന്ന്. അറ്റ് ദ സെയിം ടൈം സ്കിപ്പ് ചെയ്യുന്നില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന കുട്ടികളാണെങ്കിൽ യെസ്, സോ അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. അതായത് നമ്മളെ RTPയിലും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമ്മൾക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്. ഓക്കെ, സോ ആ മെഷീൻ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ സോ നെക്സ്റ്റ് ഒരു 5-10 വർഷം ഇതായിരിക്കും നമുക്ക് വരുന്ന സെയിൽസ്, നമുക്ക് ഇത്ര ചിലവുണ്ട് അതൊക്കെ പറയണം. ആൻഡ് അത് 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര സ്ക്രാപ്പ് വാല്യൂ കിട്ടുമെന്ന് പറയും. സെയിം വേ നിങ്ങളിപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്നതിന് പകരം പുതിയതായിട്ടൊരു മെഷീൻ വാങ്ങിച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ ഉണ്ടാവുക? അപ്പോൾ പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് കിട്ടുക, മീൻസ് എത്രത്തോളം ബെനിഫിറ്റ്സാണ് കിട്ടുക. സോ വെദർ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ഓർ നോട്ട്. സോ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഒന്ന്, നമ്മുടെ ICയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ WDV മെത്തേഡ് ഫോളോ ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് നമ്മളെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ അല്ലേ? യെസ്, സോ WDV മെത്തേഡ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ WDV മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബ്ലോക്ക് ഓഫ് അസെറ്റ് കോൺസെപ്റ്റും കൂടി അവിടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതായത് ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻസ് ലെസ് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സിൽ ചെയ്യുന്ന ആ കോൺസെപ്റ്റൊക്കെയാണ് അവിടെ വരുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു SLM, ഓക്കെ, SLM മെത്തേഡ് ആണെങ്കിൽ അതിൻ്റെ അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ SLM മെത്തേഡ് ആണെങ്കിൽ ഇതുപോലെ ഓപ്പണിംഗ് പ്ലസ് അഡീഷൻസ് ലെസ് ക്ലോസിങ് എന്ന രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ഓപ്പണിംഗ് പ്ലസ് അഡീഷൻസ് മൈനസ് സെയിൽ വാല്യൂ എന്ന രീതിയിൽ ചെയ്തിട്ട് നമ്മൾ ക്ലോസിംഗ് WDV കണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ ഇത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ മനസ്സിലാക്കുക. ഓക്കെ ആണോ? യെസ്. സോ നമ്മൾ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഈസിയർ വൺ, അതായത് SLM ബേസിസിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ്ഡ് ഓൺ യുവർ റിക്വസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, WDV കോൺസെപ്റ്റ്സും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നോക്കൂ മക്കളെ, ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം May 24 RTP investment decision 5th question. Okay അല്ലേ? HMR Limited is considering replacing a manually operated old machine with a fully automatic new machine. So point is, ഇപ്പോൾ ഒരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓൾഡ് മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ പുതിയതായിട്ട് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പുതിയ മെഷീൻ വാങ്ങിക്കാൻ കൂടി പ്ലാൻ ചെയ്യാം. ഓക്കെ, old machine had been fully depreciated for tax purpose and as a book value of 2,50,000 on 31st March. സോ ഇവിടെ ബുക്ക് വാല്യൂക്ക് ഒരു റെലവൻസ് ഇല്ല. ആക്ച്വലി നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് എത്രയാണ് വാല്യൂ നോക്കുക. സോ ഇറ്റ് ഈസ് 0 അല്ലേ? ഓക്കെ, സോ ഇപ്പോൾ ഉള്ള മെഷീൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, മീൻസ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ഇനി അങ്ങോട്ടേക്ക് ഡിപ്രിസിയേഷൻ ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് എത്ര വർഷം യൂസ് ചെയ്താലും ഇവിടെ ഡിപ്രിസിയേഷൻ ഇനി വരാൻ പോകുന്നില്ല. The machine has begun closing problems with breakdowns and it cannot fetch more than 40,000 if sold in the market at present. Okay, so that means നമ്മളിപ്പോൾ ആ മെഷീൻ പുറത്തേക്ക് വിൽക്കുകയാണെങ്കിൽ 40,000-നേക്കാളും കൂടുതൽ നമുക്ക് പൈസ കിട്ടാൻ പോകില്ല. സോ മെഷീൻ കംപ്ലീറ്റ്ലി ബ്രോക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അതേപോലെ it has no realizable, so it will have no realizable value after 10 years.
അപ്പോൾ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്തില്ല, റിയലൈസബിൾ വാല്യൂ ഇല്ല. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വിൽക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, 1 രൂപ പോലും കിട്ടാനും പോകുന്നില്ല, സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്നർത്ഥം. സെറ്റ്. അപ്പോൾ കമ്പനിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ബീൻ ഓഫേർഡ് 1,50,000 ഫോർ ദ ഓൾഡ് മെഷീൻ ആസ് എ ട്രേഡ് ഇൻ ഓൺ ദ ന്യൂ മെഷീൻ വിച്ച് ഹാസ് എ പ്രൈസ് ബിഫോർ അലവൻസ് ഓഫ് ട്രേഡ് ഇൻ ഓഫ് 6 lakh. അതായത് 6 ലക്ഷം രൂപയുടെ ഒരു സാധനം നമുക്ക് 1,50,000 ഒരു ബെനിഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? സോ പഴയ മെഷീൻ കൊടുത്ത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 1,50,000 ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ബാക്കി രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊടുത്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ്, 6 ലക്ഷത്തിൻ്റെ മെഷീനാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 1,50,000 ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ പഴയ മെഷീൻ 0 വാല്യൂ ഉള്ള സാധനം 1,50,000 നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വരുന്നത്. ആൻഡ് ഈ 6 ലക്ഷത്തിൻ്റെ സാധനം ആ ഒരു ബെനിഫിറ്റ് കാരണം നമുക്ക് 4.5 ലക്ഷത്തിന് കിട്ടും എന്നുള്ളതാണ് പോയിന്റ്. സെറ്റാണോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞിടത്തുനിന്ന് തന്നെയാണ് നമ്മൾ ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നോക്ക്, നിങ്ങൾ പഴയ മെഷീൻ്റെ കാര്യം ആലോചിക്കുക. പഴയ മെഷീൻ 0 ഉണ്ടായ സ്ഥാനത്ത് നിന്ന് നമ്മൾ 1,50,000 ആണ് അതിന് വാല്യൂ തരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ 0ൻ്റെ സാധനം 1,50,000 വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1.5 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. യെസ്. അപ്പോൾ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരൂലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം മൈനസ് ടാക്സ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇൻഫ്ലോ എന്ന് പറയാം. സെറ്റാണോ? ഓക്കെ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് 6 ലക്ഷത്തിൻ്റെ സാധനം ഈ 1.5 ലക്ഷത്തിൻ്റെ എന്താ പറയുക, 1.5 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ 4.5 ലക്ഷത്തിനാണല്ലേ കിട്ടുന്നത്. ക്ലിയർ ആണോ? സോ 4.5 ലക്ഷത്തിന് നിങ്ങൾക്ക് സാധനം കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം. അപ്പോൾ മൊത്തത്തിൽ നോക്കാം മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾക്ക് 6 ലക്ഷത്തിൻ്റെ സാധനത്തിന് ഓക്കെ യെസ് നിങ്ങൾ ശരിക്കും കൊടുക്കേണ്ടി വരുന്നത് എത്രയായിരിക്കും? 6 ലക്ഷം കൊടുക്കണം. ഓക്കെ. 1,50,000 ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ടാക്സിൻ്റെ കാര്യമൊന്നും നോക്കാനില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന 6 ലക്ഷവും മൈനസ് ഇൻഫ്ലോ ആയിട്ട് വരുന്ന 1,50,000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4,50,000 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എടുക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഔട്ട്ഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്? 4,50,000. പക്ഷേ ഇവിടെ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0 റുപ്പീസിന് സാധനം 1,50,000 വിൽക്കുന്നുണ്ട്. ഓക്കെ. സോ പിന്നെ അങ്ങോട്ടേക്ക് ഇത് SLM ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് താഴെ. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് എടുക്കാൻ പറ്റില്ല. സോ ആ കോൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ ഓപ്പണിങ് 0 ഉണ്ടല്ലോ, പ്ലസ് അഡീഷൻസ് എത്രയാണ്? 6 lakh ലെസ് ഡിലീഷൻസ് 1,50,000 ഈക്വൽ ടു 4,50,000. സോ ഇൻക്രിമെൻ്റൽ ഡിപ്രിസിയേഷൻ ബേസ് ആ 4,50,000 മുകളിൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ടൈപ്പ് അവിടെ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,50,000 പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാമായിരുന്നു. മനസ്സിലായോ? പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പോയിന്റ് 0ൻ്റെ സാധനം 1,50,000 വിറ്റു, അപ്പോൾ നമുക്കൊരു ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റ് അല്ല, സോറി, ടാക്സ് പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ടാക്സ് ഔട്ട്ഫ്ലോ വരും. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഇപ്പോൾ 6 ലക്ഷം രൂപ പോകേണ്ട സ്ഥാനത്ത് ജസ്റ്റ് 4.5 lakh മാത്രമേ പോകുന്നുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ നോക്കുക, 6 ലക്ഷത്തിൻ്റെ സാധനത്തിന് 1.5 ലക്ഷം രൂപ നമുക്ക് ബെനിഫിറ്റ് കിട്ടും, 4.5 ലക്ഷം രൂപ. സോ നമ്മുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം പോയോ? യെസ്. ആർക്ക്? നമ്മൾ ഈ ആരുടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്? സോ അവർക്ക് നമ്മൾ 4.5 ലക്ഷം കൊടുക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം 0ൻ്റെ സാധനം നിങ്ങൾ 1.5 ലക്ഷത്തിന് വിറ്റപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഇവിടെ ടാക്സിൻ്റെ പെർസെൻറ്റേജ് താഴെ 30% പറയുന്നുണ്ട്. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് 1.5 ലക്ഷത്തിന് മുകളിൽ 30% എന്ന് പറയുമ്പോൾ ഓക്കെ 45,000 നിങ്ങൾക്ക് ടാക്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മക്കളെ 4.5 ലക്ഷം ആ ആൾക്കും ടാക്സ് ആയിട്ട് 45,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. 4,95,000 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഔട്ട്ഫ്ലോ. സോ ഇത് പലരും തെറ്റിക്കാം ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ക്ലിയർ അല്ലേ? സോ SLM ബേസിസ് ഓഫ് ക്വസ്റ്റ്യന് വരുന്ന സമയത്ത് ഇത് നിങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ചെയ്യണം. സെറ്റ് അല്ലേ? ഗുഡ്. ഇനി the expected life of new machine is 10 years with salvage value of 35,000. സോ നമ്മൾ പുതിയ മെഷീൻ്റെ എന്താ പറയുക, ഇനി എത്ര വർഷം ഉണ്ടെന്ന് വെച്ചാൽ 10 years ഉണ്ട്. സോ ഫസ്റ്റ് മെഷീൻ ഓൾസോ 10 years ആണ് എന്നുള്ള രീതിയിൽ പോവാം. ഓക്കെ. അതേപോലെ സെക്കൻഡ് മെഷീൻ ഇസ് ഓൾസോ 10 years. പക്ഷേ അതിൻ്റെ സാൽവേജ് വാല്യൂ എത്ര പറയുന്നുണ്ട്? 35,000. Further, the company follows WDV method depreciation, but for tax purpose they follow straight line method of depreciation. Consider that this is the only machine in the block of assets. So whatever, ഈ ഒരു മെഷീൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ.
ഓക്കെ, ഇത് റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു മെഷീൻ വരുന്നു. സോ ഈ ഒരൊറ്റ മെഷീൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത്. സോ ഇവിടെ ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റിൻ്റെ നിങ്ങൾ എന്താ ചെയ്യേണ്ട, ആ ഒരു ഓപ്പണിംഗ് പ്ലസ് ഇതുണ്ടല്ലോ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. എ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് 50,000 വിൽ ബി നീഡഡ് ആൻഡ് യു വിൽ ബി റിലീസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 10th ഇയർ. സോ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 0th ഇയറിൽ 50,000 റുപ്പീസ് വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ വരുന്നുണ്ട്, ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആഫ്റ്റർ 10 ഇയേഴ്സ് നമുക്കത് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യാൻ പറ്റും. സോ അത് ആഫ്റ്റർ 10 ഇയേഴ്സ് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഇൻഫ്ലോ. ഓക്കെ അല്ലേ? സോ ഇപ്പോൾ ഔട്ട്ഫ്ലോ ആയിട്ടും പിന്നീട് അത് ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ എക്സ്പെക്റ്റഡ് സെയിലും കോസ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. ആനുവൽ ഔട്ട്പുട്ട് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ആനുവൽ ഓപ്പറേറ്റിംഗ് ഹവേഴ്സ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 10% ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത് 10% വെച്ചിട്ടാണ്. ആൻഡ് 30% ടാക്സ് ഉണ്ട്. ബുക്ക് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇൻകം ടാക്സ് പർപ്പസ് അല്ലേ? നമുക്ക് അറിയാം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഇസ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും, പക്ഷേ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ടിങ് ആസ്പെക്റ്റിൽ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഓൾ കാൽക്കുലേഷൻ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ടു 3 decimal points. ദ പോയിന്റ് ഇസ് നിങ്ങൾ ഡെസിമൽസ് എടുക്കൂലേ, നമ്മൾ PVF എടുക്കുമ്പോൾ 3 points എടുത്താൽ മതി. സെറ്റാണോ? ക്ലിയർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. റെഡി അല്ലേ? യെസ്. SLM മെത്തേഡാണ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഓക്കെ, നോക്കൂ മക്കളെ, ഞാൻ ആദ്യം ഇവിടുന്ന് വരുന്ന ഔട്ട്ഫ്ലോസ് ഇൻഫ്ലോസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? സി, ദ ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇതൊരു SLM ബേസ്ഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, SLM ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത്. ഓക്കെ, നോക്ക്, നമ്മൾ പുതിയ മെഷീൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞത്. സോ ന്യൂ മെഷീൻ്റെ ഓക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞത് എത്രയാണ്? യെസ്, യു വിൽ ഗെറ്റ് 6 lakh rupees അല്ലേ പറഞ്ഞേ? ഓക്കെ, നമുക്ക് ട്രേഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ 1,50,000 വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഫോർ ഓൾഡ് മെഷീൻ അവരെത്രയാണ് തരും എന്ന് പറഞ്ഞേ? യെസ്, 1,50,000 തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ദ ഡിഫറൻസ് ഈസ് 4,50,000 നമ്മൾ കൊടുക്കണം. സെറ്റാണോ? 4,50,000 കൊടുക്കണം. സെറ്റല്ലേ? ഓക്കെ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്ലസ് നമുക്ക് ടാക്സ് ഫോർ ഓക്കെ ഓൾഡ് മെഷീൻ സെയിലിൻ്റെ പ്രോഫിറ്റ്. സോ ഓൾഡ് മെഷീൻ സെയിൽ ചെയ്തതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, എത്ര രൂപയുടെ സാധനമാണ് നമ്മൾ വിറ്റേ? എടാ, 0ൻ്റെ സാധനം നിങ്ങൾ എന്ത് ചെയ്തു? 1,50,000 എന്നുള്ള രീതിയിൽ കിട്ടിയില്ലേ? അപ്പോൾ 1,50,000 മൈനസ് 0 ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 45,000 നിങ്ങൾക്ക് ടാക്സ് ഔട്ട്ഫ്ലോ വരും. സോ ദാറ്റ് മീൻസ് ടോട്ടലി യുവർ ഔട്ട്ഫ്ലോ ഇൻ ദ ഫസ്റ്റ് 0th ഇയർ ഈസ് 4,95,000. സെറ്റാണോ? സോ 4,95,000 രൂപയുടെ ഔട്ട്ഫ്ലോ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. സെറ്റല്ലേ? യെസ്. ദ പോയിന്റ് ഇസ് നോക്ക്, ദ 0th ഇയറിൽ വരുന്ന ഒരു ഔട്ട്ഫ്ലോ ആണ് 4,95,000. ക്ലിയർ? ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ SLM ബേസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലരും ചെയ്യാത്ത എക്സാമിന് ക്വസ്റ്റ്യൻ എത്ര പ്രാവശ്യം ചോദിച്ചാലും നിങ്ങൾ ഒരുപാട് കുട്ടികൾ ചെയ്യാറില്ല ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. സെറ്റല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ, ഇതിപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് വരുന്ന കേസല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, സോ പുതിയ മെഷീൻ ആണെങ്കിൽ നിങ്ങൾ 0th ഇയറിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 ആവശ്യമുണ്ടെന്നും പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ 50,000 വരുമെന്നും പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ദ 0th ഇയർ നമുക്കൊരു 50,000ൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ആൻഡ് ഇൻ ദ 10th ഇയർ നമുക്ക് ആ 50,000 റിലീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? 50,000 റിലീസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പോയിന്റും കൂടി പറയുന്നുണ്ട്. സെറ്റാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ബുക്ക് വാല്യൂ 2.5 ലക്ഷം, അത് ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ഇപ്പോൾ പുറത്ത് വിറ്റ 40,000 കിട്ടും എന്നൊക്കെ പറഞ്ഞു, പക്ഷേ വിറ്റിട്ടൊന്നുമില്ല കേട്ടോ. സോ അതിന് പകരം നമുക്ക് കിട്ടുന്ന 1,50,000 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ സാൽവേജ് വാല്യൂ ഓഫ് ഓൾഡ് മെഷീനും ന്യൂ മെഷീനും എത്രയാണ് നോക്കണം. സോ ഇവിടെ ദ പോയിന്റ് ഇസ് എല്ലാം ഇൻക്രിമെൻ്റൽ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾഡ് മെഷീൻ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയാൽ എന്താണോ ബെനിഫിറ്റ്, മൊത്തത്തിലുള്ള ബെനിഫിറ്റ്, ആൻഡ് പുതിയ മെഷീൻ വരുമ്പോൾ എന്താണോ ബെനിഫിറ്റ്, ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ട് ഡിഫറൻസ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് എക്സാമിന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻക്രിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ
ഞാൻ പുതിയ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം, ഇപ്പോൾ പഴയ മെഷീൻ കൊടുത്തിട്ട് പുതിയ മെഷീൻ വാങ്ങിക്കുമ്പോൾ നെറ്റ് വരുന്ന ഒരു ഔട്ട്ഫ്ലോ ആണ് 4,95,000. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് എന്തായാലും ഒന്ന് വേണം 50,000 ഇറക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10ാമത്തെ വർഷം നമുക്കത് എടുക്കാനും പറ്റും അല്ലേ. പിന്നെ 10ാമത്തെ വർഷം നിങ്ങൾക്ക് പഴയ മെഷീൻ എത്രയാണ് വിൽക്കാൻ പറ്റുക പറ. പഴയ മെഷീൻ നമുക്ക് 0 rupees ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ പുതിയ മെഷീനിൽ നിങ്ങൾക്ക് 35,000 rupees കിട്ടുമെന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? 35,000 ആണ് നമുക്ക് പുതിയ മെഷീന് കിട്ടുക. സോ 35,000 ആണ് ലാസ്റ്റ് പുതിയ മെഷീൻ്റെ വാല്യൂ എന്ന് വിചാരിക്കുക. ക്ലിയർ ആണോ? സോ 10ാമത്തെ കൊല്ലം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 35,000 കിട്ടും. ഓക്കെ, സോ സ്ക്രാപ്പ് വാല്യൂ 35,000 പറഞ്ഞു. അപ്പോൾ 35,000 സാധനം 35,000 തന്നെ വിറ്റു. അവിടെ പ്രോഫിറ്റ് ലോസ് ഒന്നുമില്ല, ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുക കേട്ടോ. ഓക്കെ, 35,000 സാധനം ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ 6 ലക്ഷം അല്ലേ മെഷീൻ വാങ്ങിച്ചത്, പുതിയ മെഷീൻ്റെ കോസ്റ്റ് എത്ര? 6 ലക്ഷം. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 35,000. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്തിട്ട് 10 വർഷം ആകുമ്പോഴേക്കും അത് എത്രയിലോട്ട് എത്തിക്കും? 35,000 എത്തും. അപ്പോൾ ആ സമയത്തുള്ള ബുക്ക് വാല്യൂ വിൽ ബി 35,000. സോ 35,000 സാധനം 35,000 വിറ്റ് കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റോ ലോസോ ഇല്ല, അവിടെ ടാക്സിൻ്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതുവരെ കോൺസെപ്ച്വലി ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എഴുതിയ പോയിന്റ്സ് നോക്കാം. ജസ്റ്റ് ആ ഒരു വർഷത്തെ പ്രോഫിറ്റോ കാര്യങ്ങളോ എഴുതിയിട്ടില്ല. പക്ഷെ 0th ഇയറിൽ വരുന്ന ഔട്ട്ഫ്ലോ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് 10th ഇയറിൽ വരുന്നത് എന്താണെന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം, അതായത് ഫ്രം ഫസ്റ്റ് ഇയർ. ഓക്കെ, ശ്രദ്ധിച്ചോ, ഫ്രം ഫസ്റ്റ് ഇയർ മുതൽ 10ാമത്തെ വർഷം വരെ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് ഇയർ തൊട്ട് 10ാമത്തെ വർഷം വരെ സംഭവിക്കുന്ന ഒരു പോയിന്റാണ്. എന്താ? ഒരു മിനിറ്റ്. ഓക്കെ, സോ 0th ഇയറിലെ ഔട്ട്ഫ്ലോ ക്ലിയർ ആണ്. 0th ഇയറിൽ 50,000 വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഔട്ട്ഫ്ലോ, പിന്നെ റിലീസ് വരുമ്പോൾ ഉള്ള 50,000 അതും ക്ലിയർ ആണ്. അത് എല്ലാ ക്വസ്റ്റിനിലും ഓൾമോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സ്ക്രാപ്പ് വാല്യൂ അല്ലേ? സ്ക്രാപ്പ് വാല്യൂ ആണെങ്കിൽ എന്താ എടുക്കുന്നത്? ഇൻക്രിമെൻ്റൽ ഡിഫറൻസ് തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി കയ്യിലുള്ളത് 0 ആണ് വാല്യൂ. ഓക്കെ, നമ്മൾ പുതിയ മെഷീൻ്റെ കേസ് എത്രയാണ് വരുന്നത്? 35,000 വരും. ക്ലിയർ. അപ്പോൾ 1 to 10 വരെയുള്ള കേസ് എത്ര എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇവിടുന്ന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുത്തിട്ട് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. ക്ലിയർ. അപ്പോൾ 1 to 10 വരെയുള്ള കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുകയാണേ, ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇവിടെ ഈ ഡാറ്റ തന്നിട്ടുണ്ട് കണ്ടോ. ആനുവൽ ഔട്ട്പുട്ട് എത്രയാണ്? 60,000 യൂണിറ്റ്സ് ആണ്. ന്യൂ മെഷീൻ ആണെങ്കിൽ 80,000. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? 18. ക്ലിയർ. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ യൂണിറ്റ്സിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അല്ലേ? പ്രൈസിൽ എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻക്രിമെൻ്റൽ സെയിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ? യെസ്. എടാ 18 രൂപ തന്നെയാണ്. ഇപ്പോൾ ഈ എമൗണ്ട്, ഈ പ്രൈസും കൂടി വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ബെറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ 80,000 into 20 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പുതിയ പ്രൈസ് എന്നും 60,000 18 ആണ്. സോ അതാണ് പഴയ പ്രൈസ് എന്നും നോക്കിയിട്ട് ഡിഫറൻസ് എടുക്കാം. പക്ഷേ ഇവിടെ എന്താ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 രൂപയുടേതാണ്. സോ അത് ഓൺലി ബെനിഫിറ്റ് നമുക്ക് എക്സ്ട്രാ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 20,000 യൂണിറ്റ് എക്സ്ട്രാ വരുന്നുണ്ടെന്നാണ് അല്ലേ? അപ്പോൾ 20,000 യൂണിറ്റിന് 18 രൂപ വെച്ചിട്ട് നമുക്ക് എത്രയാണ് ഇൻക്രിമെൻ്റൽ സെയിൽ വരിക നോക്കാം. സോ ഇൻക്രിമെൻ്റൽ സെയിൽ. ഓക്കെ, സോ എങ്ങനെ കണ്ടുപിടിച്ചേ? 20,000 into 18. സോ യു വിൽ ഗെറ്റ് 1,60,000. അടുത്തത് ഓപ്പറേറ്റിംഗ് ഹവേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ വ്യത്യാസമില്ല. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് വന്നിട്ടുണ്ട്. സോ ഓപ്പറേറ്റിംഗ് ഹവർ വെച്ചിട്ട് നമുക്ക് ലേബർ കോസ്റ്റ് കാണാൻ പറ്റും. സോ ഓപ്പറേറ്റിംഗ് ഹവർ എത്രയാണ്? സോ മെറ്റീരിയൽ കോസ്റ്റ് ആദ്യം കാണാം. മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിലും 20,000 യൂണിറ്റിന് വ്യത്യാസം വരുന്നത് ഓക്കെ, പ്രൈസിൽ വ്യത്യാസമില്ലടാ. സോ 5 രൂപയുടെ സാധനം 5 രൂപ തന്നെയാണ് മെറ്റീരിയൽ കോസ്റ്റ്. സോ ദ ഓൺലി ചേഞ്ച് വിൽ ബി 20,000 യൂണിറ്റിന് ഞാൻ 5 രൂപയും കൂടി കൊടുക്കണമെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ മെറ്റീരിയൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഈക്വൽ ടു 20,000 യൂണിറ്റിന് 5 രൂപ വെച്ചിട്ട് 1 lakh. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. സോ 20,000 into 18 എത്രയായിരുന്നു? 16 ലക്ഷമായിരുന്നു അല്ലേ? സോറി 3,60,000. കറക്റ്റ് 3,60,000 അല്ലേ? ഓക്കെ, ഇപ്പോൾ 1 ലക്ഷം കിട്ടി. കറക്റ്റ് ആയില്ലേ? ഫൈൻ. പിന്നെ അടുത്തത് ലേബർ കോസ്റ്റ് നോക്കാം. ലേബർ കോസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഹവറിൽ വ്യത്യാസമില്ല. അവിടെ 2,800 ഹവറാണ്. സോ ലേബർ കോസ്റ്റ് നോക്കാം. ലേബർ കോസ്റ്റ് 2,800 into
2,800 into, so the change is 25 rupees. So 25 rupees in the change. So ഇവിടെ point is ഇത് രണ്ടും മാറുന്നുണ്ടെങ്കിലും ഓക്കെ, പക്ഷേ ഇത് ഒരെണ്ണം മാത്രമേ മാറുന്നുള്ളൂ, ഹവർ മാറുന്നില്ല, ആകെ പ്രൈസല്ലേ മാറുന്നുള്ളൂ. അപ്പോൾ 25 രൂപ എക്സ്ട്രാ വെച്ചിട്ട് കൊടുത്താൽ മതി എന്നേ ഉള്ളൂ ഓരോ ഹവറിനും. ഓക്കെ, സോ 2,800 ഇൻറ്റു 25 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. 2,800 ഇൻറ്റു 25, സോ യു വിൽ ഗെറ്റ് 70,000 സെറ്റ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ്, സെയിൽസ് ക്ലിയർ ആണ്, മെറ്റീരിയൽ ക്ലിയർ ആണ്, ലേബർ കോസ്റ്റ് ക്ലിയർ ആണ്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് നോക്കാം. എത്രയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്ന ചേഞ്ച്? 75,000 രൂപയുടെ ചേഞ്ചാണ്. സോ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ചേഞ്ച് വരുന്നത് 75,000. ദാറ്റ് മീൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ് നമുക്ക് വരുന്ന പ്രോഫിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ 3,60,000 നിന്നും നിങ്ങൾ ആദ്യം 1 lakh കുറക്കുക, ഓക്കെ അല്ലേ, പിന്നെ 70,000 കുറക്കുക, പിന്നെ അതേപോലെ 75,000 കൂടി കുറക്കാം. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? ഗുഡ്. സോ ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ബിഫോർ ദ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷന് മുമ്പേ ഉള്ള പ്രോഫിറ്റ്, ഡിപ്രീസിയേഷന് മുമ്പേ ഉള്ള പ്രോഫിറ്റ് ഇസ് 1,15,000. ക്ലിയർ? 1,15,000 പ്രോഫിറ്റ്. അപ്പോൾ ഇനി ഡിപ്രീസിയേഷനും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാണാം, പിന്നെ ടാക്സ്, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാന്നുള്ളൂ. അപ്പോൾ ഇവിടെ പോയിന്റ് മക്കളെ ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സെയിം ആയിരിക്കും, ബിക്കോസ് ഇത് SLM മെത്തേഡാണ്. സോ ദാറ്റ്സ് എ പോയിന്റ്. ഇവിടെ SLMത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും ചേഞ്ച്. ഇപ്പോൾ നോക്കുക, ഇവിടെ പ്രോഫിറ്റ് ഫോർ ഫസ്റ്റ് ഇയർ 1,15,000, സെക്കൻഡ് ഇയർ ഓൾസോ 1,15,000. ഇത് 10 വർഷം സെയിം ആണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ നോക്കുക മക്കളെ, SLM ബേസിസിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോകുന്ന പോലെ വേണം ചെയ്യാൻ. അതായത് നിങ്ങളിപ്പോൾ ടാക്സ് പർപ്പസിന് പഴയ മെഷീനിന് എത്രയാണ് വാല്യൂ ഉണ്ടായിരുന്നത്? 0 ഉണ്ടായിരുന്നത്. പുതിയ മെഷീൻ്റെ കേസ് ആലോചിക്കുക, 6 ലക്ഷത്തിന് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്നുണ്ട്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 35,000. സോ 10 വർഷത്തേക്ക് വരുമ്പോൾ എത്രയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ നോക്കാം. ഓക്കെ, സോ പുതിയ മെഷീനിന് ചെക്ക് ചെയ്ത് നോക്കാം. 6 lakh minus 35,000, okay, equal to 5,65,000 divided by 10, so you will get 56,500. okay, 56,500 ആണ് ഡിപ്രീസിയേഷൻ വരിക. സോ ഇത് എല്ലാ വർഷവും വരുന്നുണ്ട്. നോക്കൂ മക്കളെ, ഇവിടെ 56,500 വരുന്നുണ്ട്. ഇത് പുതിയ മെഷീൻ്റെ പുതിയ കേസിലല്ല, ഇത് പഴയ കേസിലാണ് വന്നത്. പഴയ കേസിൽ മുമ്പ് എത്രയായിരുന്നു? 0 ആയിരുന്നു. ഇപ്പോൾ പുതിയ മെഷീനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് 56,500. സോ ദ ഇൻക്രിമെൻ്റൽ വൺ ഈസ് 56,500. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഡിഫറൻസ് എടുക്കുക. സോ രണ്ടും കൂടിയിട്ട് ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഓക്കെ, യെസ്, എത്രയാണ് ഡിഫറൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും? ഓക്കെ, സോ 1,15,000 minus 56,500, so you will get 58,500. ഇതാണ് വരുന്നത്. ക്ലിയർ? സോ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് ഫൈനലി വരുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഈസ് 58,500. സോ നമുക്ക് ടാക്സ് കണ്ടുപിടിക്കാം അല്ലേ? സോ ടാക്സ് ഈസ് 30% എന്ന് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ 30% എടുക്കാം. സോ 58,500 ഇൻറ്റു 30% എത്ര കിട്ടും? 17,550 അല്ലേ? 550. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുന്നത്? 58,500 മൈനസ് ചെയ്തേ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 40,950. ക്ലിയർ ആണോ? യെസ്. ഇതെന്താ? പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്ന 40,950 കൂടെ എന്ത് ചെയ്യണം? 40,950 കൂടെ പ്ലസ് ഡിപ്രിസിയേഷൻ ചെയ്യണം, എന്നാലാണ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റുക. സോ 40,950 കൂടെ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാം. 40,950 പ്ലസ് ഡിപ്രിസിയേഷൻ എത്രയാണ്? 56,500. 56,500. So finally you will get 97,450. മക്കളെ ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയോ? SLM ബേസിസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലായോ? 97,450 കിട്ടിയോ? സെറ്റ് അല്ലേ? വെരി ഗുഡ്.
അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഈ 10 വർഷവും ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മക്കളെ നോക്ക്. ഈ 1 to 10 ഞാൻ എഴുതുന്നത് 97 എത്രയായിട്ട് 97,450 അല്ലേ. 97,450 എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വർഷവും വരുന്ന കാര്യമാണ്. മനസ്സിലായി? എല്ലാ വർഷവും യു വിൽ ഗെറ്റ് സെയിം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷനാണ്. മനസ്സിലായി? സോറി, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. ക്ലിയർ? സോ ഇതിപ്പോൾ WDV ബേസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിൽ ദ പോയിന്റ് ഇസ് ഈ താഴെയുള്ള പോയിന്റിലെ നമ്മുടെ ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും വേറെ ആയിരിക്കും. ഇപ്പോൾ 10 വർഷം ഡിഫറെൻ്റ് ആയിരിക്കും, 10 വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. മീൻസ് 10 വർഷം ഡിഫറെൻറ്റ് ഡിപ്രിസിയേഷൻ ആയതുകൊണ്ട് തന്നെ 10 വർഷത്തെ ക്യാഷ് ഫ്ലോ വിൽ ബി ഡിഫറെൻറ്റ്. നമുക്കിങ്ങനെ 1 to 10 എന്ന് എഴുതാൻ പറ്റില്ല. 1-ന് എത്ര, 2-ന് എത്ര, 3-ന് എത്ര അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. ഓക്കെ. സോ 10 വർഷത്തേക്ക് ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് മീൻസ് എല്ലാത്തിനും ചെയ്യണ്ടേ. ഓക്കെ. സോ ഇതുവരെ ക്ലിയർ ആണോ? SLM ബേസിസ് സെറ്റാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുക്കുക ബൈ യൂസിങ് വിച്ച് എത്ര പെർസെൻറ്റേജാണ്? 10% അല്ലേ. സോ 0 4,95,000 0th ഇയർ ആണ്. സോ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. സോ ഫോർ 1 ഇട്ട് കൊടുക്കുക. ആൻഡ് 10th ഇയർ എത്രയാണെന്ന് നോക്കാം. യെസ്, 0.386 ആണോ? ഓക്കെ, 0.386. ആൻഡ് ഇത് എത്രയാണ്? 1 to 10 വരെ. ഓക്കെ. സോ നിങ്ങൾക്ക് അറിയാം അല്ലേ, 1 / 1.1 അടിക്കുക. സോ വിൽ ഗെറ്റ് 0.909 അല്ലേ. സോ കാൽക്കുലേറ്ററിൽ 1 / 1.1 അടിച്ചു കഴിഞ്ഞാൽ 0.909 എന്ന് കിട്ടുമല്ലോ. സോ ഇവിടെ ഇത് എത്രയാണ്? നമ്പർ എത്രയാണ്? 3 ആണോ? ഓക്കെ. സോ ഇവിടെ നമ്മൾ 1 / 1.1 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടി. സോ പിന്നെ ഈക്വൽ അടിച്ച് പോയാൽ മതി. സോ ദർ ഇസ് എ ഡിഫറൻസ്. ഈ ഇതിൻ്റെ പുറത്ത് 1 അല്ലേ. ഇനി ഒരു പ്രാവശ്യം ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ 4 ആയിരിക്കും, 0.826 ആയിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് 1 / 1.1 സ്ക്വയറിൻ്റെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 2. കാരണം 10 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ നിങ്ങൾ 12 വരുന്നവരെ ഈക്വൽ ടു അടിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.386 കിട്ടും. ആൻഡ് ലാസ്റ്റ്ലി യു വിൽ ഗെറ്റ് 6.144 കിട്ടും. സെറ്റാണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അതിന് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, പ്രോപ്പറായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ 4,95,000 into 1 you will get 4,95,000 negative. 50,000 into 1 50,000 negative. ഓക്കെ. അടുത്തത് 50,000 ഉണ്ട്, 80,000 ഉണ്ട് അല്ലേ. സോ 50,000 ഇൻറ്റു 0.386 19,300 കറക്റ്റ്. നെക്സ്റ്റ് എത്രയാ? 35,000. സോ സ്ക്രാപ്പ് വാല്യൂ 35,000 ഇൻറ്റു 0.386 13,510 കിട്ടും. സെറ്റാണ്. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എത്ര? 97,450. ഓക്കെ. സോ ഇൻറ്റു 97,450 ഇൻറ്റു 6.144, right? Yes. So you'll get 598,733 almost. Okay. സോ ഇതെല്ലാം കൂടിയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫൈനൽ NPV എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ചെക്ക് ചെയ്യാം. 598,732 0.8 ആണെങ്കിൽ 0.8 ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ. സോ പ്ലസ് 13,510 പ്ലസ് 19 plus 19,300 minus 4,95,000 minus 50,000. So 86,540. So this is 2.8 ആയിരുന്നല്ലേ. 542.8 ആയിട്ടാ. So which is almost approximately 86,543. സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ SLM ബേസിസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ, റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? യെസ്. സോ സെയിം ടൈപ്പിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ICAIയുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ. സോ ICAI സ്റ്റഡി മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ICAI സ്റ്റഡി. ഓക്കെ. സോ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ICAI സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. യെസ്. സോ ഐ തിങ്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണിത്. നോക്കിക്കോട്ടോ. Yes, there is a machine which has been in operation for 3 years. The machine has a remaining estimated life of 5 years with no salvage value at the end. Current market value 2 lakh ആണ്. അപ്പോൾ ഇപ്പോൾ മെഷീൻ്റെ വാല്യൂ 3,30,000 ആയിരുന്നു.
അപ്പോൾ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു, ഇനി ഒരു 5 വർഷം കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ 3 വർഷത്തെ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും സീറോയിലോട്ട് എത്താൻ പോകുന്നില്ല. ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് സീറോയിൽ എത്താണ്ട് ഒരു ഓപ്പണിംഗ് WDB ഉണ്ടാവും. ഓക്കെ, അഡീഷൻസ് പുതിയതായിട്ട് നമ്മൾ മെഷീൻ വാങ്ങിക്കും, സെയിൽ വാല്യൂ ഒക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കണ്ടോ, WDB മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ 2 ക്വസ്റ്റ്യനും 2 ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. നേരത്തെ SLM ബേസ്ഡ് മെത്തേഡാണ് നമ്മൾ RTPയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വി വിൽ ഡിസ്കസ് അബൌട്ട് WDB മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വിൽ മീറ്റ് അഗെയിൻ. ടാറ്റ.